കൊച്ചിയിൽ സ്വകാര്യ ബസ്സിടിച്ച് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. തേവര SH കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി ഗോവിന്ദാണ് മരിച്ചത്. എറണാകുളം ഏലൂർ റൂട്ടിൽ സർവീസ് നടത്തുകയായിരുന്ന നന്ദനം എന്ന സ്വകാര്യ ബസ്സാണ് ഇടിച്ചത്. അമിത വേഗത്തിലെത്തിയ ബസ് അപകടമുണ്ടാക്കുകയായിരുന്നു. SS ശരൺ സ്ഥലത്തുണ്ട്. ശരൺ, അമിത വേഗത്തിൽ വന്ന ബസ് വിദ്യാർത്ഥി ഇടിക്കുകയായിരുന്നു. എപ്പോഴാണ് സംഭവം? ഇടിച്ച ഉടനെ കുട്ടി മരിക്കുകയായിരുന്നു. സ്മൃതി, സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ അത് കൊച്ചി നഗരത്തിൽ തുടരുകയാണ്. ഏറ്റവും ഒടുവിലായി ഒരു ജീവൻ തന്നെ പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്നത് ടൗൺ ഹാളിന് സമീപമാണ്. ഇവിടെ വെച്ചാണ് അപകടമുണ്ടായത്. 8:45 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ തേവര SH കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയാണ് മരിച്ച ഗോവിന്ദ് മൃദംഗം പരിശീലിക്കുന്ന ആളാണ്. അങ്ങനെ മൃദംഗ പരിശീലനത്തിനായി ഇടപ്പള്ളിയിലേക്ക് ഈ സ്കൂട്ടറിൽ പോവുകയായിരുന്നു. അപ്പോൾ പിന്നിൽ വരികയായിരുന്ന എറണാകുളം ഏലൂർ റൂട്ടിൽ സർവീസ് നടത്തുകയായിരുന്ന നന്ദനം എന്ന സ്വകാര്യ ബസ്സാണ് ഈ സ്കൂട്ടറെ ഇടിച്ച് തെറിപ്പിച്ചത്. അങ്ങനെ സ്കൂട്ടറിൽ നിന്ന് ഗോവിന്ദ് തെറിച്ചു വീഴുന്നു. ഗോവിന്ദിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. സമീപത്തുള്ള ഒരു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് എത്ര വേഗത്തിലാണ് ഈ സ്വകാര്യ ബസ് എത്തിയെന്നുള്ളതാണ്. അത്ര വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. പിറകുവശം ആകെ തന്നെ തകർന്ന നിലയിലാണ് ഈ സ്കൂട്ടർ ഉള്ളത്. എന്തായാലും പോലീസ് ഇത്തരത്തിൽ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കലൂരിലെത്തിയ സ്വകാര്യ ബസ്സിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഡ്രൈവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് ഇയാളെ കസ്റ്റഡിയിലെടുത്തായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, അമിത വേഗതയിലായിരുന്നല്ലേ ബസ് അമിത വേഗത തന്നെയായിരുന്നു. ഇന്നലെ അവിടെ തട്ടിയ ശേഷം വണ്ടി നേരെ ഒരു 1/2 കിലോമീറ്റർ പോയിട്ടുണ്ട്. അവിടെ നിർത്തിയത് ഒരു കാറിന്റെ തൊട്ടപ്പുറത്താണ് സ്കൂട്ടർ പോകുന്നത്. അതായത് വലുത് വന്ന് ഓവർടേക്ക് ചെയ്തിട്ട് സ്കൂട്ടർ പോയത്. അതിന് തൊട്ടപ്പുറമാണ് ബസ് വരുന്നത്. ബട്ട് സ്പീഡ് വന്ന് ഹാൻഡിൽ തട്ടിയതായിരിക്കാം. തട്ടി രണ്ടിന്റെ ഇടയിൽ ഞെരുങ്ങി അയാൾ താഴെ വീണ കണ്ട് പോകുമ്പോഴത്തേക്ക് അന്നേരം കുറച്ച് ബോധമുണ്ട്. അതിനുശേഷം ആൾക്കാരെ വന്ന് പൊക്കിയ ശേഷം ബോധം പോയി. അപ്പോൾ സ്ഥിരമായി സ്വകാര്യ ബസ്സുകളുടെ ഒരു മരണപ്പാച്ചിൽ അല്ലെങ്കിൽ മത്സരയോട്ടം നടക്കുന്ന സ്ഥലം ആണ്. തീർച്ചയായിട്ടും നല്ല സ്പീഡ് തന്നെ ബസ്സുകൾ പോവാം. സ്ഥിരമായി അപകടം ഉണ്ടാവും. നമുക്ക് പേടിയാണ് ബസ്സിൽ നല്ല സ്പീഡ് പോവാം. നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് തന്നെ ബസ് നിൽക്കില്ല. അപ്പോൾ സ്പീഡ് തന്നെ പോവാം. സ്കൂട്ടർ കണ്ടാൽ മനസ്സിലാവും അത്ര വലിയ രീതിയിൽ ഇടിച്ചു. ബസ് അതിന്റെ മേൽ ടയർ കയറി, ബാഗിൽ വീട് കയറി. അതായത് ബസ് കൂലിങ്ങുന്ന കണ്ട് കയറി ഇറങ്ങിയത് കണ്ട്. പക്ഷെ അയാളെ മേലെ കയറിയില്ല. അയാളെ തല അടിച്ച് വീണതായിട്ടൊന്നും തോന്നുന്നു. ബസ് നിർത്താതെ പോയി. ബസ് നിർത്തി, കുറച്ചുകൂടെ ബസ് നിർത്തിയാണ്ട് ഡ്രൈവർ വന്ന് ഇറങ്ങി എന്തോ സംസാരിക്കുന്നുണ്ട്. ബസ് പോയത് കണ്ട് ഓരോ ആൾക്കാർ കൂടി. പോലീസ് പറയുന്നത് ഇതിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിന് സമീപത്തുള്ള പ്രദേശത്ത് നിന്നാണ് ബസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ പ്രദേശത്ത് ആകെ തന്നെ സാധാരണഗതിയിൽ ഇവിടെ നിന്ന് ആലുവയിലേക്ക് തന്നെ സ്ഥിരമായി സർവീസ് നടക്കാറുണ്ട്. അങ്ങനെ ഏലൂർ ഭാഗത്തേക്ക് സർവീസ് നടത്തുകയായിരുന്നു നന്ദനം എന്ന ബസ്സാണ് ഈ കോളേജ് വിദ്യാർത്ഥിയെ ഇടിച്ച് തെറിപ്പിച്ചിരിക്കുന്നത്. ഈ വാഹനം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പിറകുവശം ഒന്നും ഇല്ലാന്ന് തന്നെ പറയാൻ കഴിയും. അത്തരത്തിൽ തകർന്ന നിലയിലാണ് ഉള്ളത്. മുൻവശം മാത്രമാണ് ഈ സ്കൂട്ടറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അമിത വേഗത്തിൽ വരുന്ന സ്വകാര്യ ബസ്സാണ് ഇപ്പോൾ വിദ്യാർത്ഥിയെ ഇടിച്ച് തെറിപ്പിച്ചു പോയത്. വിദ്യാർത്ഥി മരിക്കുകയും ചെയ്തിരിക്കുന്നു.